ഇന്ന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നാടൻ നെല്ലിക്ക ലേഹ്യമാണ്. നമ്മളെ നാട്ടിൻപ്രദേശം ഉണ്ടാകുന്ന നാടൻ നെല്ലിയിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു 7-8 കിലോ നെല്ലിക്ക വെച്ചിട്ട് ഒരു നെല്ലിക്ക ലേഹ്യം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്ത് ഇതിനെ അവിച്ചെടുക്കണം. അവിച്ച് ഇതിനെ നമ്മൾ നല്ല പേസ്റ്റാക്കി എടുത്തിട്ടാണ് നമ്മളെ നാച്ചുറൽ കരിപ്പട്ടി എല്ലാം കൂടെ ചേർത്ത് പിന്നെ ആയുർവേദത്തിലുള്ള കുറച്ച് മരുന്നുകളും കൂടെ ചേർത്തിട്ടാണ് ഈ നെല്ലിക്ക ലേഹ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നെല്ലിക്ക ലേഹ്യത്തിനുള്ള നെല്ലിക്ക അവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്കിതിനെ അരച്ചെടുക്കണം. അപ്പോൾ ഈ കുരു കളയാനുള്ള പ്രോസസ്സാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നെല്ലിക്ക ഇതിപ്പോൾ ഒരു 10 കിലോളം ഉണ്ട് നെല്ലിക്ക. അപ്പോൾ ഇത് അവിച്ച് ഇതിൻ്റെ കുരു എടുത്തിട്ട് അതിനെ അരച്ചിട്ട് അടുത്ത പ്രോസസ്സ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ശർക്കര പാനി കാച്ചാൻ വേണ്ടി അതെല്ലാം തുടങ്ങുകയാണ്. മൊത്തം 7 കിലോ ശർക്കരയാണ് ഇപ്പം നമ്മൾ ഇടുന്നത്. ഇനി ശർക്കര ഇത് പാനിയാച്ച് തണുത്തിട്ട് പിന്നെ അതിനെ അരിച്ച് നമ്മൾ അരിച്ച് മാറ്റിയിട്ട് പിന്നെയാണ് ഇത് ഓർഗാനിക് ഇതിന് ശർക്കര ഇല്ല. അതായത് നമ്മൾ നോർമലി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നമുക്ക് കിലോയ്ക്ക് ഒരു 60-70 രൂപ കിട്ടും. ഇത് 450 ഗ്രാമിന് പിന്നെ 85-90 രൂപയാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ മണ്ണ അങ്ങനെയുള്ള ഒരു സാധനം കാണില്ല. നമ്മൾ അരിക്കേണ്ട കാര്യമില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് നമ്മളൊരു മെഡിസിൻ ആയിട്ട് എടുക്കുന്നുണ്ട്, കുറച്ച് അരിച്ച് എടുക്കുന്നതേ ഉള്ളൂ. നമ്മളിനിപ്പോൾ ഈ അവിച്ച നെല്ലിക്ക നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഇത് നമ്മൾ നെല്ലിക്ക പുഴുങ്ങിയ വെള്ളമാണ്. അപ്പോൾ നമ്മളെ നെല്ലിക്ക ലേഹ്യത്തിന്റെ ആദ്യ പരിപാടിയായിട്ട് നെയ്യ് ഒഴിക്കുകയാണ്. നമ്മളെ നെല്ലിക്ക പേസ്റ്റാക്കിയത് ഈ നെയ്യിലോട്ടിടുകയാണ്. ഇത് നമ്മുടെ ഈ നെല്ലിക്ക പേസ്റ്റ് ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ശർക്കര പാവ് കാച്ചി വെച്ചേക്കുന്നത് വീട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അങ്ങാടികൾ പൊടിച്ച് അതിൽ ചേർക്കണം. ഇത് ചുക്ക്, ഏലക്ക, ഗ്രാമ്പ്, ഇലവങ്കം, പെരിഞ്ജീരകം, ചെറിയ ജീരകം, തിപ്പലി, തക്കോല. അപ്പോൾ ഇത് നമ്മൾ ഇതിന് വേണ്ടുന്ന അളവിൽ വറുത്ത് പൊടിച്ച് അതിൽ ചേർക്കുന്നതാണ്.
ഈ പൊടി ചേർക്കുന്നത് ഏകദേശം ഫൈനൽ ഘട്ടമാകുമ്പോൾ അത് നമുക്ക് പരുവമായി വരുമ്പോഴാണ് ഈ പൊടികളെല്ലാം ചേർക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചുക്ക് ഇത്തിരി കട്ടി കൂടുതലായതുകൊണ്ട് ആദ്യം അതിനായിട്ട് ഇത് ഇലവങ്കം അല്ലെങ്കിൽ ചുരുൾപ്പട്ട എന്നൊക്കെ പറയും. തക്കോല, തിപ്പലി, പെരുംജീരകം, സാധാ നൽജീരകം എന്ന് പറയും, അല്ലെങ്കിൽ നമ്മളെ സാധാ കറിജീരകം, ഏലക്ക, ഗ്രാമ്പ്, അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മളെ നെല്ലിക്ക ലേഹ്യം ഏകദേശം ഫൈനൽ ആയി. അപ്പോൾ നമ്മളെ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മസാല, അങ്ങാടി മരുന്നുകളെല്ലാം കൂടെ ഇടുകയാണ്. അപ്പോൾ നമ്മളെ നെല്ലിക്ക ലേഹ്യം ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തി. രാവിലെ 11 മണി തൊട്ട് നമ്മൾ തുടങ്ങിയതാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു 3 മണിക്കൂർ കൊണ്ട് തീർക്കാമെന്നുള്ളൊരു സംഭവം ആയിട്ട് എടുക്കാം. നമ്മളങ്ങനെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്, 2 മണിക്കൂർ, അവരൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മളിതിപ്പം ഏകദേശം ഒരു 6-7 മണിക്കൂറായി. അപ്പോൾ അത് നമ്മൾ ആ ഒരു ക്ഷമയോടുകൂടി നമ്മളത് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഗുണം കിട്ടും. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ രാവിലെ തൊട്ട് ഇതിൻ്റെ വേഗലി തീയും ചൂടും എല്ലാം കൂടെ കൊണ്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം എന്തായാലും ഇതിൽ ഉറപ്പായിട്ട് കിട്ടും, ഒരു സംശയം വേണ്ട. ഉലകത്തിൽ ഒരേയൊരു സ്വർഗം, അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം. കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ് കനുഭറ്റ്. ഉലകത്തിൽ ഒരേയൊരു സ്വർഗം, അമ്മയുണ്ടാക്കിയ വീട്ടിലെ ഭക്ഷണം. കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ്, കേരള ഫുഡ് മാർക്കറ്റ് കനുഭറ്റ്. പുതുതാകുന്ന രുചിയുണ്ടാ, പുതുതാകുന്ന രുചിയുണ്ടാ, പുതുതാകുന്ന രുചിയുണ്ടാ, പുതുതാകുന്ന രുചിയുണ്ടാ.
ഉനതാകുന്ന രുചിയുണ്ടാ ഉനതാകുന്ന രുചിയുണ്ടാ